2019 ഒഫൻസ് നടന്നിട്ടുണ്ട്, 2025 ഒഫൻസ് നടന്നിട്ടുണ്ട്. 2019 ഒഫൻസ് സമയത്ത് ശബരിമലയിലേക്ക് എല്ലാ വർഷവും അല്ലെ 3 വർഷം കൂടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജില്ലാ ജഡ്ജി റാങ്കിലുള്ള സ്പെഷ്യൽ കമ്മീഷണറെ നിയമിക്കാറുണ്ട്. 2019 ഇത്ര വ്യാപകമായ രീതിയിൽ കിലോ കണക്കിന് സ്വർണം മോഷ്ടിച്ചു, രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ നടത്തിയപ്പോൾ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്തുകൊണ്ട് അത് കണ്ടില്ല, കേട്ടില്ല, എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ അറിയിച്ചില്ല? ആ ഒരു സാഹചര്യമാണ് 2025 മോഷണം നടത്താൻ ഈ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാം. 2025 ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള ജയകൃഷ്ണൻ എന്ന ജില്ലാ ജഡ്ജി ഇത് കൃത്യമായി കണ്ടുപിടിക്കുകയും കൃത്യമായ സമയത്ത് ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ എന്തേ 2019 ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി? അന്നേരം ഇവരൊക്കെ ധരിച്ചത് എന്താണ്? ശ്രീവാസുവും പത്മകുമാറും ഒക്കെ ധരിച്ചത് 2019 മോഷണം ഇപ്പോൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ധരിച്ചത് 2019 മോഷണം പിടിക്കാതെ വന്ന സാഹചര്യത്തിൽ 2025 പിടിക്കപ്പെടില്ല എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ബലമായിരുന്നു ഈ സംഭവത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് സ്വർണ്ണപ്പാളിയും അല്ലെ കട്ടിളപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളും മാത്രമല്ല മോഷണം പോയിരിക്കുന്നത്. ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാമണ്ഡലവും മോഷണം പോയിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റ മാധ്യമവും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. താങ്കളുടെ കയ്യിൽ റിമാൻഡ് റിപ്പോർട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആ 14ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർന്ന കട്ടിളപ്പാളികളും അതിനോട് ചേർന്ന പ്രഭാമണ്ഡലത്തിലും സ്വർണം ഉണ്ടായിരുന്നു. ആ പ്രഭാമണ്ഡലവും മോഷണം പോയി. ശബരിമലയുടെ പ്രഭയും ശബരിമലയുടെ ശോഭയും കെടുത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷണത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതികൾ പ്രവർത്തിച്ചെന്ന് കാണാൻ സാധിക്കും. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും അടിച്ചു മാറ്റി. സ്വർണത്തിന്റെ നിലവിലുള്ള വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കേസിനെ കാണരുത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ ആന്റിക് വാല്യൂ ഉണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ ഒരു ഡിവൈൻ വാല്യൂ ഉണ്ട്. ഈ രണ്ട് ഘടകങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ കോടാനുകോടി രൂപയുടെ ഒരു പുരാവസ്തു തട്ടിപ്പ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അങ്ങ് പറയുന്നുണ്ടല്ലോ വലിയ വ്യാപകമായ കൊള്ളയാണ്. ഈ പറയുന്ന കട്ടിളയും സ്വർണ്ണപ്പാളിയും മാത്രമാണോ അവിടെ നിന്ന് പോയിട്ടുള്ളത്? അതിനു മുമ്പ് ഈ പറയുന്ന കൊള്ളയൊന്നും നടന്നിട്ടില്ലേ? ശബരിമലയിലെ കൊടിമരത്തിൽ ഒരു വാജി വാഹനം ഉണ്ടായിരുന്നല്ലോ, അത് എവിടെയാണെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ പറയാം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല ഏത് കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും മോഷ്ടാക്കൾക്കും സ്വൈരവിഹാരം നടത്താനുള്ള വനത്തിനകത്തുള്ള ഒരു സങ്കേതമാക്കി ദേവസ്വം ബോർഡ് അധപ്പതിപ്പിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ വാജീവാഹനം എന്ന് പറയുന്നത് ശബരിമല തന്ത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഏതെങ്കിലും രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടാണോ കൊണ്ടുപോയിട്ടുള്ളത്? അതിന്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ എപ്പോ വേണമെങ്കിലും തിരിച്ചു കൊടുക്കാം. പക്ഷേ എന്തേ ദേവസ്വം ബോർഡ് അത് കൈപ്പറ്റാൻ താമസമുണ്ടാക്കുന്നു? കൈവശമുള്ള വാജുവാഹനം ഒറിജിനൽ ആണെന്ന് ഉറപ്പുണ്ടോ? അതെനിക്ക് ഉറപ്പില്ല. എനിക്ക് അതിനെപ്പറ്റി യാതൊരു അഭിപ്രായം പറയാനില്ല. വാജി വാഹനം തന്റെ കൈവശമുണ്ട് എന്ന് കണ്ഠരര് രാജീവര് പറഞ്ഞ സാഹചര്യം പരിശോധിക്കുമ്പോൾ ശബരിമലയിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾക്കും മോഷണങ്ങൾക്കും ഈ പിടിക്കപ്പെട്ട പ്രതികൾ മാത്രമല്ല തന്ത്രിമാരും മന്ത്രിമാരും എന്റെ അറിവ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ വാജി വാഹനം ഇറിഡിയം കൊണ്ടുണ്ടാക്കിയതാണ്. ഇറിഡിയം ആണെങ്കിൽ അത് ഇന്ത്യ വിട്ടു പോകാൻ പോലും സാധ്യതയുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടത്. അജിംസിന് അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അജിംസെ ഈ ഇറിഡിയം എന്ന് പറയുന്ന ലോഹം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വാജി വാഹനത്തിലല്ല, അത് താഴികക്കുടത്തിലാണ്. വാജി വാഹനം എന്ന് വെച്ചാൽ തടിയിലോ ശില്പത്തിലോ ഉണ്ടാക്കുന്ന ഒരു വാജി വാഹനം, ഒരു കുതിര, വാജി എന്ന് പറഞ്ഞാൽ കുതിരയുടെ രൂപത്തിൽ ഉണ്ടാക്കുന്ന കൊടിമരത്തിന്റെ മുകളിൽ വെക്കുന്ന ഒരു രൂപം മാത്രമാണ്. താഴികക്കുടത്തിലാണ് ഇറിഡിയം ഉള്ളത്. താഴികക്കുടം പോയതായിട്ട് എങ്ങും കേസുകളോ ആരും ഇതുവരെ വാദം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം, ഈ 2019 മുതലുള്ള കൊള്ള മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? അതിനു മുമ്പും കൊള്ള നടന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം കള്ളന്മാരുടെ ഒരു കറവ പശു തന്നെയാണ്. ശബരിമല ബാക്കി ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പണ്ട് കാലത്ത് ശബരിമല ഒരു മണ്ഡല വ്രതക്കാലമായ 41 ദിവസം മാത്രമാണ് തുറന്നിടുന്നത്. ആ സമയത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്നത് 4, 5, 10 ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവർ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഏത് മോഷണവും നടപ്പാക്കാൻ സാധിക്കും. ബാക്കി നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങളിൽ ദൈനംദിനമായ ഭക്തരും അത്തരത്തിലുള്ള ആൾക്കാരും കയറി ഇറങ്ങുന്നത് കൊണ്ട് ഒരു പരിമിതിയും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ശബരിമല എന്ന് പറയുന്നത് ഈ മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള ഒരു കറവ പശു തന്നെയാണ്. പ്രശാന്ത് എന്ന് പറയുന്ന ആള് ഇതിനകത്തൊരു ദിവ്യമായ പശു ഒന്നുമല്ല. അദ്ദേഹവും മോഷണ കാര്യത്തിൽ ഗംഭീരമായിട്ടുള്ള മിടുക്കൻ തന്നെയാണ്. അദ്ദേഹം UDF നിന്നുകൊണ്ട് മോഷണത്തിന്റെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ബിരുദം നേടിയിട്ടുണ്ടെങ്കിൽ കാല് മാറി
LDF വന്നപ്പോൾ ഈ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും മോഷണത്തിന്റെ PG കൂടെ നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഹൈക്കോടതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ 21/10/2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കാൻ പറഞ്ഞത്. ഈ മിനിറ്റ്സ് ബുക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ദേവസ്വം ബോർഡിൽ നിന്ന് പിടിച്ചെടുത്ത് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് എന്നാണെന്ന് നോക്കണം. 21/10/2025 ഹാജരാക്കി. അത് പരിശോധിക്കുമ്പോൾ 28/7/2025 വരെയുള്ള മിനിറ്റ്സുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 2/9/2025 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വാജിവാഹന ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെപ്പറ്റി യാതൊരു പരാമർശവും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ പ്രശാന്ത് ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല.